ഗുരുതരമായ ആരോപണങ്ങളുമായി ഒരു കത്ത് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. കത്ത് കൈപ്പറ്റിയിട്ടുണ്ടോ? കിട്ടി. വിശദീകരണം കൊടുക്കുന്നുണ്ടോ? വിശദീകരണം കൊടുക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് താങ്കൾ ഒരു ശസ്ത്രക്രിയ മുടക്കി പ്രോബില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഉള്ള ദിവസം അവിടെ പ്രോബ് ഉണ്ടായിരുന്നു. താങ്കളുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വകുപ്പുകളടക്കം പറഞ്ഞാണ് പറഞ്ഞത്. എങ്ങനെയാണ് പ്രതികരണം? ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാം കള്ളമാണെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. മൊത്തം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മുഴുവൻ കള്ളമാണെന്ന് അങ്ങനെ ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെന്റാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അല്ല, അതിനെതിരെ താങ്കൾ എങ്ങനെയാണ് മറുപടി കൊടുക്കുക? കാരണം താങ്കൾ പറഞ്ഞത് കള്ളത്തരമാണെന്ന് പറയുന്നു, വ്യാജമുള്ള ആരോപണങ്ങളാണെന്ന് പറയുന്നു, പ്രോബ് ഉണ്ടായിരുന്നു, ശസ്ത്രക്രിയ മനഃപൂർവ്വം മുടക്കി, സർക്കാരിനെ അവഹേളിച്ചു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടതല്ല ചെയ്തതെന്നും പറഞ്ഞു. ഇതിന് എങ്ങനെയാകും മറുപടി കൊടുക്കുക? ഇതിനെല്ലാം കൃത്യമായ മറുപടി അന്നേ ഞാൻ എൻക്വയറി കമ്മീഷനെ കൊടുത്തിരുന്നതാണ്. എല്ലാ രേഖകളും ഉൾപ്പെടെ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ള എൻക്വയറി റിപ്പോർട്ട് തെളിവുകൾ അന്നേ കൊടുത്തിരുന്നതാണ്. 2 ദിവസം നടന്ന തെളിവെടുപ്പായിരുന്നല്ലോ. 2 ദിവസവും അതിന്റെ കൃത്യമായ രേഖകളെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കൊടുത്ത് അതിന്റെ രേഖകളെല്ലാം അതിന്റെ ഫോട്ടോ കോപ്പികളെല്ലാം കൊടുത്തിട്ടുള്ളതാണ്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. വിദഗ്ധ സമിതി എന്താണ് അവര് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല. താങ്കൾ കൊടുത്ത രേഖകളൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണോ? അതെന്താണെന്നറിയില്ല. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പലരും ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. RTA വഴി വിവരാവകാശം വഴി പലരും ചോദിച്ചിരുന്നു, അത് കൊടുത്തിട്ടില്ല. ആ റിപ്പോർട്ട് എന്നെ കാണിച്ചിട്ടില്ല. അവരെന്താണ് എഴുതി കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. ആരൊക്കെയാണ് തെളിവ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്താണ് അതിന് തെളിവ് കൊടുത്തതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിശദീകരണ കത്ത് ഉണ്ടായിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കത്തിലും പറഞ്ഞിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് തെളിവില്ലല്ലോ. അവരെന്താണ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ താങ്കൾ എങ്ങനെയാണ് മറുപടി കൊടുക്കുക? താങ്കൾ ശസ്ത്രക്രിയ മുടക്കി എന്ന് പറയുന്നു, ഉപകരണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, താങ്കൾ ചട്ടലംഘനം നടത്തിയെന്ന് പറയുന്നു. ഇതിന് എങ്ങനെയാണ് മറുപടി കൊടുക്കുക? അതെങ്ങനെയാണ് അവർക്കത് അങ്ങനെയൊക്കെ ഒരു കിട്ടിയെന്ന് അറിഞ്ഞൂടെ? അവിടെ ഉപകരണം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം ഓടി നടന്ന് ഇവരെ ഇവിടുന്ന് അതിന്റെ 2 പ്രോബുകൾ ഇവിടുന്ന് സംഘടിപ്പിച്ച് തന്നതും പിന്നെ ഇവിടുന്ന് അത്യാവശ്യമായിട്ട് കളക്ടറേറ്റിൽ നിന്ന് ഇത് മൂവ് ചെയ്ത് അവർ ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുതന്നതും ഒക്കെ അവർക്ക് ഉപകരണം ഇല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടെങ്കിൽ അവർ കൊണ്ടുതരണം. ആരോപണം കള്ളമാണ്. ശസ്ത്രക്രിയ മുടക്കി എന്നുള്ള ആരോപണമാണ് ഏറ്റവും ഗുരുതരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കള്ളമാണ്. അത് തീർച്ചയായും കള്ളമാണ്. അങ്ങനെ ഒരു താങ്കൾ ശസ്ത്രക്രിയ മുടക്കി എന്റെ ശസ്ത്രക്രിയ മുടക്കേണ്ട കാര്യം എനിക്കെന്താ ശസ്ത്രക്രിയ മുടക്കിയിട്ടെന്ത്? ഉപകരണം ഇല്ലായിരുന്നു. അതിലൊരു ഉറച്ചു നിൽക്കാം. താങ്കൾ ഒരു ഘട്ടത്തിൽ പോലും സൂപ്രണ്ടിനോടോ മെഡിക്കൽ പ്രിൻസിപ്പലിനോടോ ഈ കാര്യം അറിയിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. എത്രയോ പ്രാവശ്യം അവരെ അറിയിച്ചതാണ്. അവിടെ HDS ഒരു സ്റ്റാഫ് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ കുട്ടിയാണ് എല്ലാ ദിവസവും അവിടെ പോയി പറയുന്നത്, ഇല്ല ഉപകരണം ഇല്ല, തീർന്നു, പ്രോബ് ഒടിഞ്ഞു പോയി, പ്രോബിന് 3 ഉള്ളൂ, അതിൽ ബാക്കി 2 ഉള്ളൂ, ബാക്കി 1 ഉള്ളൂ, 1 കൂടെ ഒടിയാറായി, 2 ആഴ്ചയേ ഉള്ളൂ, 1 ആഴ്ചയേ ഉള്ളൂ എന്നിങ്ങനെ കൗണ്ട് ഡൗൺ മാതിരി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ അറിയിച്ചതാണ്. അതിപ്പോ നമ്മളീ വ്യാജമായ ഒരു റിപ്പോർട്ടിൽ താങ്കൾക്കെതിരെ പ്രതികാര നടപടി എടുക്കുകയാണ് എന്നാണോ? തീർച്ചയായിട്ടും. അവരിപ്പോ ഈ റിപ്പോർട്ടിൽ അവരെന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മൊത്തം കള്ളമാണെന്നാണ് ഒറ്റ രീതിയിൽ അവർ. ആ റിപ്പോർട്ട് ഒന്നുകിൽ വ്യാജം, ആ റിപ്പോർട്ട് കൊടുത്തത് ഒന്നുകിൽ വ്യാജം, അതല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിരിക്കുന്നത് വ്യാജം, അല്ലെങ്കിൽ ഇതിനകത്ത് മെമ്മോയി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജമാണ്. എന്തോ ഒരു ആരോപണങ്ങളാണ് താങ്കൾക്കെതിരെയുള്ളത്. ഒരു കടുത്ത നടപടിക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കത്തനുസരിച്ചാണ് ഉണ്ട്. നടപടി എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അതെനിക്കറിയില്ല. എന്താണ് നടപടി എന്നൊന്നും എനിക്കറിയത്തില്ല. ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നല്ല ബോധ്യമുണ്ടല്ലോ അല്ലേ? ചട്ടലംഘനം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ചട്ടലംഘനമാണല്ലോ. അതിപ്പോ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ വഴികളും നമ്മൾ അടയുമ്പോൾ പിന്നെ അവസാനം എടുത്ത വഴിയാണത്. അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം എന്നുള്ള നിലയ്ക്കാണ് അവർ കണ്ടിരിക്കുന്നത്. അതിപ്പോ അവർക്ക് അതൊന്നറിയില്ല, അതെന്താണെന്നുള്ളത് അങ്ങനെ അറിയില്ല. അവരുടെ മുഖം രക്ഷിക്കാൻ അവർ നോക്കും. താങ്കൾ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കമുള്ള അല്ലെങ്കിൽ പല മന്ത്രിമാർക്കും ബോധ്യപ്പെടാത്തത്? താങ്കളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള തരത്തിലാണ് പല പ്രതികരണങ്ങളും ഉണ്ടായത്. അതിന്റെ ഒരു ഭാഗമായി തന്നെ ഇപ്പോൾ അതെ, അവർക്ക് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉണ്ടല്ലോ. അവർക്ക് എന്തായാലും അത് പ്രതികാരം എന്താ എനിക്ക് അത് പ്രതികാരമാണോ എന്താണെന്ന് അറിയില്ല. പ്രതികാരം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എന്റെ അഭിപ്രായങ്ങൾ വളരെ കുറച്ചതാണ്. എന്റെ അഭിപ്രായങ്ങൾ വളരെ ഉറച്ചതാണ്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ പ്രൂഫും അതിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുകയും ചെയ്യാം. ഇത് അവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഉപകരണങ്ങളുടെ ക്ഷാമവും എല്ലാം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾ വളരെ മന്ദഗതിയിലാണെന്നുള്ളതും അവർക്കറിയാവുന്നതാണ്.
ഇപ്പോഴും ഉപകരണങ്ങൾ പലതും അവിടെ ഇല്ല എന്നുള്ളതും അവർക്കറിയാം. അതായത് ഇപ്പോഴും താങ്കൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും. പിന്നെ തന്നെ ഞാൻ അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നത്. എനിക്ക് അതിനകത്ത് നടപടി എന്ത് വന്നാലും പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. നടപടികൾ നേരിട്ടല്ലേ പറ്റുള്ളൂ. അതിനിപ്പോ നമുക്ക് നടപടികൾ ഇപ്പോ പേടിച്ച് നമുക്ക് അങ്ങനെ ഒളിച്ചോടി പോകാൻ പറ്റും. നടപടികൾ എന്തായാലും വരട്ടെ. അതിപ്പോ നടപടികൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അതിപ്പോ നടപടികൾ വരട്ടെ.